ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സായിരുന്നു. നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടി നമ്മളത് വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൗണ്ടായിട്ടും അതുപോലെ സെൽഫ് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഇതിന് വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പോൾ ഫ്രണ്ട് സൗണ്ട് കാണിച്ച് ഹാൻഡിലിൻ്റെ കംപ്ലയിൻ്റ്, ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ അയച്ചത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളതിൻ്റെ ഈ ടീ സ്റ്റെമ്മ് പറയും, ടീ സ്റ്റെമ്മിൻ്റെ തട ഈ ഭാഗത്ത് കണ്ടോ, ഈ നെറ്റിന് ഇവിടെ ത്രെഡില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ലെയ്ത്ത് കൊടുത്തിട്ട് ത്രെഡ് ചെയ്യാൻ കൊടുക്കണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിടക്കുള്ളൂ കേട്ടോ. ബെയറിങ്, ഹാൻഡിൻ്റെ ബെയറിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല. ബെയറിങ് നമുക്ക് അതിൻ്റെ ബോൾസ് ആയാലും ബെയറിങ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് തന്നെ യൂസ് ചെയ്യാം. അത് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. മെയിൻ കംപ്ലയിൻറ്റ് കാണിക്കുക ആ ത്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഫ്രണ്ട് നല്ല സൗണ്ട് കാണിച്ചത്. അപ്പോൾ ഈ ടീ സ്റ്റെമ്പ് നമുക്ക് നിന്ന് ലെയ്ത്ത് കൊടുത്തൊന്ന് ത്രെഡ് ചെയ്ത് കയറ്റണം കേട്ടോ. പിന്നെ അതുപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മോട്ടറൊക്കെ അഴിച്ച് നോക്കേണ്ടതുണ്ട്, അതുപോലെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കുന്ന വർക്കാണ്, എന്ന് പറഞ്ഞാൽ ലെയ്ത്ത് കൊടുത്തിട്ട് കിട്ടിയിട്ട് വേണം നമുക്കത് ചെയ്യാം. അപ്പോൾ അവിടുത്തെ തിരക്ക് പോലെയാണ് നമുക്ക് അവിടുന്ന് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ.